മനുഷ്യനോട് കൽപ്പിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോഹയോട് കൽപ്പിച്ചതുപോലെയല്ല പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ എത്രയോ ഗൗരവമേറിയ വിഷയമാണ്. നോഹയോട് കൽപ്പിച്ചത് ഒരു പെട്ടകം പണിയുവാനാണെങ്കിൽ, നോഹയോട് കൽപ്പിച്ചത് ആ പെട്ടകത്തിലേക്ക് കടക്കണമെങ്കിൽ, ആ മൃഗജാലങ്ങൾക്ക് ആഹാരം കരുതണമെങ്കിൽ, ആ മൃഗജാലങ്ങളെയൊക്കെ അതിന്റെ അകത്ത് കയറ്റണമെന്നാണ് കൽപ്പിച്ചതെങ്കിൽ, ഇപ്പോൾ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക. പൗലോസ് ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്: അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനയാണ്, മാനസാന്തരപ്പെടുക. എന്താണ് മാനസാന്തരം എന്നറിയാമോ? എന്താണ് മാനസാന്തരം? എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുമ്പോൾ പലരും പല നിലയിലുള്ള തെറ്റിദ്ധാരണകളാണ് വെച്ച് പുലർത്തുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടേതായ ജീവിതത്തിൽ സമൂല മാറ്റം വരുന്നതാണ്, നമ്മുടെ പാപപ്രവർത്തികൾ ഉപേക്ഷിക്കുന്നതാണ്. യെഹെസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, 18-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ, നിങ്ങളുടെ തെറ്റായ പാതകളെ വിട്ടുതിരുവീൻ, നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റിയിരിക്കുന്ന, നാം താലോലിക്കുന്ന, നാം കൊണ്ടു നടക്കുന്ന രഹസ്യവും പരസ്യവുമായ പാപങ്ങളെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്, എറിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ്. ആ പാപങ്ങളെ ഉപേക്ഷിച്ച്, പാപങ്ങളെ എറിഞ്ഞ് ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി വിട്ടിട്ട് ഒരു പുതിയ വഴിയിലേക്ക്, ഏതാണ് ആ വഴി? ജീവന്റെ വഴി, സമാധാനത്തിന്റെ വഴി, വിശുദ്ധിയുടെ വഴി, അശുദ്ധിയുടെയും അതുപോലെ മരണത്തിന്റെയും വഴി വിട്ട് ആ പാതകളെ വിട്ടിട്ട് ജീവങ്കിലേക്ക് തിരിയുന്നതാണ്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്നു. ഈ കൽപ്പന അനുസരിക്കുവാൻ ഞാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കേട്ടോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ മാനസാന്തര സന്ദേശം പറഞ്ഞുകൊണ്ടാണ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത് അത് തന്നെയാണ്, മാനസാന്തരപ്പെടുക. അതേ, പ്രവാചകന്മാരും പ്രസംഗിച്ചത് അത് തന്നെയാണ്. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ദൈവസഭ ലോകത്തിന്റെ പെരുമാറിൽ നിന്നുകൊണ്ട് അങ്ങോളം ഇങ്ങോളം എല്ലാവരോടും, എല്ലാ ഭാഷയിലും, എല്ലാ മനുഷ്യരോടും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു ദൈവിക കൽപ്പനയാണിത്. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നോഹയുടെ ദൈവം കൽപ്പിക്കുന്ന ദൈവമാണ്. ആ കൽപ്പന അനുസരിക്കുവാൻ ഞാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ആ കൽപ്പന അതേ ചെവിക്കൊള്ളുവാൻ ഞാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചുവല്ലോ, സകല ഭൂവാസികളുമായുള്ളവരെ, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. പ്രിയപ്പെട്ടവരെ, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നമുക്കില്ല. ഇവിടെ എന്തെങ്കിലും ഭൗതികമായ നന്മകൾ ലഭിക്കണമെങ്കിൽ മറ്റു പലരിലും നമുക്ക് ആശ്രയിക്കുവാൻ ഒരുപക്ഷെ അത് ലഭിച്ചു എന്ന് വരും. പക്ഷേ ആത്യന്തികമായി നമ്മുടെ രക്ഷ നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷിതാവ്. ഇടയ്ക്കൊരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്.